ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലവ് റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് വലിയ രീതിയിൽ പോസിറ്റീവ് ആക്കിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. പലരും എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, സർ ഞങ്ങൾ കല്യാണം കഴിച്ച സമയത്തെ പോലെയല്ല ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്, ഇപ്പം തീരെ സ്നേഹമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അത്ര ഒന്നും കൂടുതൽ അറ്റൻഷനോ കെയറോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ട് അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ എന്താണോ നല്ലതുള്ളത്, ക്വാളിറ്റി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കൊള്ളാം, അതെനിക്കിഷ്ടമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, അത് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് തുടങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പരാതികളും കുറ്റങ്ങളും പറയുന്നത് നിർത്തി നല്ലതെന്ത് എന്നുള്ളതിലോട്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ അത് കൂടുതൽ ഗ്രോ ആയിക്കൊണ്ടേയിരിക്കും, അത് കൂടുതൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് വേണം. പരാതികൾ കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് നോട്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഹാബിറ്റായിട്ട് മാറാനും ഇത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ വരാനും വേണ്ടിയിട്ട് ഒരു ചെറിയ ആക്ടിവിറ്റി പറയാം. ഈ ഒരു ആക്ടിവിറ്റി ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഒരു ലാസ്റ്റ് 1 മന്ത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ലാസ്റ്റ് ഒരു മാസം എങ്ങനെയായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. നോട്ടീസ് ചെയ്തിട്ട് അത് എഴുതുക, ആലോചിച്ച് നോക്കുക. ഒറ്റ ദിവസം ചെയ്താൽ മതി. ഇത് ഒരു ദിവസം ചെയ്താൽ തന്നെ ഇത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. പിന്നീട് നമ്മൾ ആളുടെ നല്ല ക്വാളിറ്റീസൊക്കെ നോട്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങും, അത് പറയാനായിട്ട് തുടങ്ങും, അത് കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ഡെയിലി വിളിച്ച് സംസാരിക്കുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട് എന്ന് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തന്നിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, എന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്, കുക്ക് ചെയ്ത സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് ലാസ്റ്റ് 1 മന്തിൽ. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇങ്ങോട്ട് വേണം അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ നൽകുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് റിസീവ് ചെയ്യാം. അപ്പോൾ സ്നേഹമാണെങ്കിലും കെയർ ആണെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ നമ്മളോട് നല്ല രീതിക്ക് സംസാരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിലാണോ സംസാരിക്കുന്നത്? അങ്ങോട്ട് ദേഷ്യപ്പെടുന്ന ഒരാൾ പിന്നെ ആൾ ആഗ്രഹിക്കുന്നത് ഇങ്ങോട്ട് സൗമ്യമായിട്ട് സംസാരിക്കാനാണെങ്കിൽ അത് നടക്കുമോ? ഇല്ല. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് ആഗ്രഹിക്കുന്നത് അത് അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് സ്നേഹിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, അപ്പോൾ തിരിച്ചും അത് ഇങ്ങോട്ട് കിട്ടും. ഇനി അങ്ങനെ കിട്ടാത്ത എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നല്ല രീതിക്കാണ് സംസാരിക്കുന്നത് അപ്പോഴും ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത്, എന്നെ കാണുന്നതേ ഇഷ്ടമല്ല, എന്നോട് തീരെ താല്പര്യമില്ല എന്നൊക്കെ തോന്നുന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, വിളിച്ച് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ കേട്ടതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇനി മൂന്നാമത്തെ ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി കൂടി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ദിവസമല്ല, ഇതൊരു 21 ഡേയ്സോളം നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ആ ടെക്നിക്ക് ഇതാണ്. നിങ്ങൾ അവരിൽ ഇഷ്ടപ്പെടുന്ന കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റിംഗ് ചെയ്യുക. എക്സാമ്പിൾ, ഐ ലവ് ദാറ്റ് അബൌട്ട് യു. അതാണ് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. മലയാളത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ സെൻറ്റൻസ് ആക്കി എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ സെൻറ്റൻസ്, എന്നെ ഡെയിലി വിളിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ എനിക്കിഷ്ടമാണ് എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ്.
അതിനു മുമ്പ് നിങ്ങൾ എന്താണ് കാര്യം എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. അതുപോലെ തന്നെ എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. എന്നെ പുറത്ത് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമാണ്. ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്നെ സഹായിക്കുന്നത് എനിക്കിഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ എന്നെ പുറത്ത് കൊണ്ടുപോകുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ചോദിച്ചതൊക്കെ വാങ്ങിച്ചു തരുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക സെൻറ്റൻസുകളാക്കിയിട്ട്. അത് ഡെയിലി തുടരുക, ഒരു 21 ദിവസം. അത് ഇനി എല്ലാ ദിവസവും സെയിം എഴുതിയാലും പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ അതാത് ദിവസം എന്തെങ്കിലും എടുത്തു പറയാനുണ്ടെങ്കിൽ അത് ആദ്യം എഴുതുക, എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് എഴുതിയാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു 21 ദിവസം അത് തുടർച്ചയായിട്ട് എഴുതുമ്പോൾ അത് ആ റിലേഷൻഷിപ്പിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കും. കാരണം നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന മാറ്റം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലും വളരെയധികം സ്വാധീനിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സ് ആ ഒരു റിലേഷൻഷിപ്പിൽ നടക്കും. കുറച്ചും കൂടിയൊക്കെ ഒരു കെമിസ്ട്രിയും ഒക്കെ വർക്കൗട്ടായി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് എടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യുക, അത് ചിന്തിക്കുക, അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ചെയ്യുമ്പോൾ അത് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. പരാതികൾ പറയുന്നത് കുറയ്ക്കുക എന്നുള്ളത് കൂടി ഓർക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാവുക. അത് നമ്മൾ കൊടുക്കുന്നില്ലേ എന്നുള്ളത് ഒന്നുകൂടി സ്വയം വിശകലനം ചെയ്യുക. ദെൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞത് ഐ ലവ് ദാറ്റ് അബൌട്ട് യു എന്നുള്ള ആ ഒരു പാറ്റേണിൽ നിങ്ങൾ കുറച്ച് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഡെയിലി രാത്രി എഴുതുക. അതുവഴി നമ്മുടെ മൈൻഡിൽ വലിയ രീതിയിലുള്ള ഒരു റീപ്രോഗ്രാമിങ് നടക്കും. അത് കൂടുതൽ ആ റിലേഷൻഷിപ്പ് ഹാപ്പിയാക്കാൻ സഹായിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ നന്നായിട്ട് ചേസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ ഫ്രീ ആയിട്ട് അയച്ചു തരാം. അതെല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുക, നിങ്ങൾ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക. അപ്പോൾ അതിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഐ ലവ് ദാറ്റ് അബൌട്ട് യു എന്നുള്ള ഫോർമാറ്റിലുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതേണ്ടത് രാത്രിയിലാണ്. ഓക്കെ, എക്സാമ്പിൾസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിൽ ചോദിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്